പ്രൈസ് ദി ലോർഡ്. കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു അക്ഷരീയമായ ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ അനേക അത്ഭുതങ്ങൾ ചെയ്ത് കടന്നുപോയി. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരിലൂടെയും അത്ഭുതങ്ങൾ നടന്നതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കണമെങ്കിൽ ശുശ്രൂഷകർ കൃപ പ്രാപിച്ചവരായിരിക്കണമെന്നും തങ്ങളുടെ പ്രാഗൽഭ്യമാണെന്നും ഉള്ള ചില തെറ്റായ ചിന്താഗതികൾ നമ്മുടെ ഇടയിൽ ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ വിശ്വാസം വളരണം. വിശ്വസിക്കുന്നു എങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണല്ലോ വചനം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഇന്നും അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃക്സാക്ഷീകരണ ചിത്രം ഇതാ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മിറക്കിൾ നമ്പർ 1. ഇരുകാലുകളും പൂർണ്ണമായി തളർന്ന അവസ്ഥയിലുള്ള ഒരു സഹോദരിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അവളുടെ പേര് ടീന ഒക്കോൺകോ. ക്വാറ സംസ്ഥാനം, നൈജീരിയ. 39 വയസ്സ് പ്രായമുണ്ട്. സിനഗോഗ് എന്ന സംഘടനയുടെ ഒരു സുവിശേഷ യോഗത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി അവളെ കൊണ്ടുവന്നിരിക്കുകയാണ് അവളുടെ സഹോദരനും ഭർത്താവും ചേർന്നുകൊണ്ട്. ധാരാളം വിശ്വാസികൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇരുകാലുകളും തളർന്നിരിക്കുന്നതിനാൽ അവരുടെ സഹോദരൻ അവളെ കാറിൽ നിന്ന് എടുത്ത് ഇറക്കുവാൻ ശ്രമിക്കുകയാണ്. തന്റെ തോളിലേക്ക് എടുത്തുകൊണ്ട് കാറിൽ നിന്ന് ഇറക്കുവാൻ സഹോദരൻ ശ്രമിക്കുന്നു. ദൈവം തന്റെ സഹോദരിക്ക് ഒരു വിടുതൽ അയക്കുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയോടെ, പൂർണ്ണ വിശ്വാസത്തോടു കൂടി സഹോദരൻ അവളെ ഇതാ എടുത്ത് യോഗസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. തന്റെ സഹോദരിക്ക് ദൈവം വിടുതൽ നൽകുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെയായിരിക്കുന്നു അവളുടെ സഹോദരനും ഭർത്താവും. കർത്താവിന്റെ ദാസൻ അവളെ താഴെ ഇറക്കുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സഹോദരൻ തന്റെ തോളിൽ നിന്നും അവളെ താഴെ ഇറക്കുകയാണ്. സിനഗോഗിന്റെ ഒരു പ്രവർത്തകൻ അവളോട് അവളുടെ രോഗവിവരത്തെക്കുറിച്ച് ചോദിച്ചറിയുകയാണ്. നിനക്ക് എത്ര നാളായി ഈ അസുഖം ബാധിച്ചിട്ട്? അവൾ പറയുന്നു, എനിക്ക് ചില വർഷങ്ങളായി എൻ്റെ കാലുകൾ തളർന്നിരിക്കുകയാണ്. ദൈവം എനിക്കൊരു വിടുതൽ നൽകുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ അവൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതാ കർത്താവിന്റെ ദാസൻ അവൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹലോ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് അവളോട് എഴുന്നേൽക്കുവാൻ ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചതനുസരിച്ച് അവളിതായി എഴുന്നേൽക്കുന്നു. വരൂ, മുമ്പോട്ട് വരൂ. ദൈവം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. മുമ്പോട്ട് വരൂ. സംശയിക്കാതെ മുമ്പോട്ട് വരൂ. ദൈവം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഇത് അവൾ കാലുകൾ ഉറച്ചവളായി മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെല്ലാം സന്തോഷത്തോടെ ആർത്തു വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവളുടെ കാലുകൾക്ക് കർത്താവ് പൂർണ്ണ ബലം കൊടുത്തിരിക്കുകയാണ്. വിശ്വാസികൾ ആർത്തുല്ലസിച്ച് ഹല്ലേലൂയ പറയുകയാണ്. അവരുടെ സഹോദരൻ സന്തോഷത്താൽ ആർപ്പിടുന്നു. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വിടുതലിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്.
പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുമ്പോൾ സഹോദരിയുടെ കാലുകൾക്ക് ബലമില്ലാത്തതിനാൽ സഹോദരൻ എടുത്തുകൊണ്ട് വരികയാണ്. എന്നാൽ ഇപ്പോൾ ദൈവം അവൾക്ക് സൗഖ്യം കൊടുത്തിരിക്കുന്നു, പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുകയാണ്.